എക്കോസ് ഓഫ് എ വെൽ ലീവ്ഡ് ലൈഫ്. നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ പ്രഭാതം മുതൽ പ്രദോഷം വരെ ഏതൊരു പ്രവൃത്തികൾ ചെയ്യുമ്പോഴും ഓരോ പ്രവൃത്തികളിലും നമ്മെ സ്വാധീനിച്ച വ്യക്തികളെക്കുറിച്ച് ഓർക്കാറുണ്ട്. ഒരു ദിനചര്യകൾ മുതൽ എങ്ങനെ പെരുമാറണം, എങ്ങനെ സംസാരിക്കണം, എങ്ങനെ അക്ഷരം എഴുതണം, എന്തു ചെയ്തുകൂടാ എന്നെല്ലാം ആരെല്ലാം നമ്മളെ പറഞ്ഞ് അവരെല്ലാം നമ്മുടെ മനസ്സിലുണ്ടാക്കിയൊരു സ്വാധീനം. മൈൻഡ് പ്ലസിലെ ഓരോ റിവ്യൂകളിലും അതിനെക്കുറിച്ച് കേൾക്കാറുമുണ്ട്. നമ്മളോടൊപ്പം മായാൻ കൂട്ടാക്കാതെ നിൽക്കുന്ന ഇത്തരം ഓർമ്മകൾ ജീവിച്ചിരിക്കുന്നവരുടെ ആയാലും വേർപിരിഞ്ഞു പോയവരുടെ ആയാലും അവരുടെ പ്രവൃത്തികളും വാക്കുകളും നമ്മിൽ ചെലുത്തിയിരിക്കുന്ന സ്വാധീനം എത്രമാത്രമുണ്ട് എന്നതിൻ്റെ തെളിവുകളാണ് ഇവരെക്കുറിച്ചുള്ള ഓർമ്മകൾ. അവർ ഓരോരുത്തരും അല്ലെങ്കിൽ ജീവിക്കുന്ന ഒരു വെൽ ലീവ്ഡ് ലൈഫിൻ്റെ പ്രതിധ്വനികളാൽ രൂപപ്പെട്ടതാണ് നമ്മുടെ ഓരോരുത്തരുടെയും വ്യക്തിത്വം. അവരുടെ ഓർമ്മകളിൽ നിന്ന് ശക്തിയും സൗന്ദര്യവും വിശ്വാസവും അഭിമാനവും കണ്ടെടുത്ത് സൃഷ്ടിക്കപ്പെട്ട ആ വ്യക്തിത്വം, അതാണ് ഇന്നത്തെ തീം, എക്കോസ് ഓഫ് എ വെൽ ലീവ്ഡ് ലൈഫ്. ഒരു മീനിങ് ആയിട്ടുള്ള അർത്ഥവത്തായ രീതിയിൽ ജീവിതം നയിക്കുന്നവരുടെ, അത് നമ്മുടെ മാതാപിതാക്കളോ ഗുരുക്കരോ സഹോദര സ്ഥാനീയരോ അഭ്യുദയകാംക്ഷികളോ, അവരുടെ എല്ലാം പ്രവൃത്തികളുടെ ധ്വനി ചക്രവാളത്തിലേക്ക് തട്ടി എത്തുന്ന ആ പ്രതിധ്വനി, അതിൻ്റെ സ്വാധീനം നമ്മുടെ ഓരോ പ്രവൃത്തികളിലും സ്വാധീനം ചെലുത്തുന്നു. അവരുടെ ഓരോ പ്രവൃത്തികളും ഒരുപാട് അലകൾ സൃഷ്ടിച്ച് നമ്മുടെ സ്വഭാവത്തെ രൂപീകരിക്കുന്നത് പോലെ, ഒരു കണ്ണാടിയിൽ തട്ടി പ്രതിഫലിക്കുന്ന പ്രകാശം നമ്മളിലേക്ക് പകർന്നുകൊണ്ടിരിക്കുന്നത് പോലെ, സൂര്യൻ്റെ പ്രകാശം ചന്ദ്രന് തിളക്കം നൽകുന്നത് പോലെ നമ്മെ സ്വാധീനിച്ചവരുടെ പ്രവൃത്തികൾ നമ്മിൽ എത്തുന്ന പ്രതിധ്വനികളാണ് നമ്മിലെ സ്വഭാവമായി രൂപപ്പെടുന്നത്. നമ്മളിലേക്ക് എത്തിയ ആ പ്രകാശം, ആ പ്രതിധ്വനികൾ അടുത്ത തലമുറയിലേക്ക് പകർന്നുകൊണ്ടേയിരിക്കണം എന്ന ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഇവിടെ. ഉദാഹരണമായി മൈൻഡ് പ്ലസ് തന്നെ എടുക്കാം. ഓരോ സെഷനുകളിലൂടെയും ഈ പ്രപഞ്ചത്തിലേക്ക് പ്രസരിക്കുന്ന വാക്കുകളുടെ പ്രതിധ്വനികൾ നമ്മുടെ സ്വഭാവ രൂപീകരണത്തിൽ, ചിന്തകളിൽ എത്രമാത്രം മാറ്റങ്ങൾ വരുത്തുന്നു. അവയിലെ മാറ്റങ്ങളുടെ തെളിച്ചം ഒരു കണ്ണാടിയിൽ തട്ടി പ്രതിഫലിച്ചുകൊണ്ടേയിരിക്കുന്നു. ആ പ്രതിഫലനം തെളിഞ്ഞ ചിന്തകൾക്ക് വഴിമാറുന്നു. അവിടെ സമാധാനത്തിൻ്റെ തണുപ്പ് സൃഷ്ടിക്കുന്നു. ഇതുതന്നെയാണ് ഒരു എക്കോസ് ഓഫ് എ വെൽ ലീവ്ഡ് ലൈഫ്. എ വെൽ ലീവ്ഡ് ലൈഫ് ലീവ്സ് റിപ്പിൾസ്. നല്ല രീതിയിൽ ജീവിച്ച ജീവിതം എന്നും ഒരു ഓളങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടേയിരിക്കും. ആ ഓളങ്ങൾ അനന്തരഫലങ്ങൾ സൃഷ്ടിക്കും. ആ ഓളങ്ങൾ വരാനിരിക്കുന്ന തലമുറകൾക്ക് പ്രത്യാശയോടെ മുന്നോട്ട് പോകാൻ പ്രചോദനം നൽകുന്നു. ഇവിടെ ഈ ചിത്രത്തിൽ ആൽബം നോക്കുന്ന ഒരു കുടുംബമാണ്. പണ്ടത്തെ കാലത്ത് നമ്മളുടെ വീട്ടിലൊക്കെ ആൽബങ്ങൾ ഉണ്ടാകാറുണ്ട്. അതുപോലെ ഈ ചുമരിൻ്റെ മുകളിലൊക്കെ ഫോട്ടോസ് തൂക്കി ഇടും. കുറേ കാലം കഴിഞ്ഞപ്പോൾ ആധുനികത വന്നപ്പോൾ ആ ഫോട്ടോസൊക്കെ മാറ്റി മരിച്ച ആൾക്കാരുടെ ഫോട്ടോ തൂക്കേണ്ടത് നല്ലതല്ല എന്ന് പറഞ്ഞ് അതൊക്കെ ഒരു പണ്ടത്തെ മരപ്പെട്ടിയിലേക്ക് സ്ഥാനം മാറി. ഈ ഫോട്ടോ തൂക്കിയിരിക്കുന്ന കാലത്ത് എനിക്ക് ഓർമ്മ വരാറുണ്ട്, ആര് വന്നാലും അച്ചാച്ചൻ ഇങ്ങനെയായിരുന്നു, അച്ഛമ്മ ഇങ്ങനെയായിരുന്നു എന്ന് പറഞ്ഞിട്ട് ആ ഫോട്ടോയിലുള്ള ആൾക്കാരെ കുറിച്ച് പറയും. അവര് ജീവിക്കുന്ന കാലത്ത് അവരുടെ വ്യക്തിഗത ജീവിതത്തിൽ മാത്രമല്ല, മറിച്ച് മറ്റുള്ളവരുടെ ഹൃദയത്തിൽ എത്രമാത്രം അടയാളങ്ങൾ വരുത്തിയിട്ടാണ് അവർ ഈ നമ്മളെ വിട്ടുപോയിട്ടുള്ളത് എന്ന ചിന്ത. അപ്പോൾ നമ്മളും അവരും തമ്മിലുള്ള ഒരു നമ്മൾ അങ്ങനെയാണോ ജീവിക്കുന്നത് എന്നുള്ള മനസ്സിലേക്ക് ചില ചോദ്യങ്ങൾ വിട്ടുകൊണ്ടും ചില സന്തോഷങ്ങളോ, ഇവിടെ ഉണ്ടല്ലോ, ഇങ്ങനെയാണല്ലോ ജീവിച്ചത്, അപ്പോൾ എനിക്കെന്താ ഇതിനെ ഇങ്ങനെ ജീവിച്ചുകൂടാ എന്നുള്ള ചിന്തകളും നമ്മുടെ മനസ്സിൽ വരുത്താനും സാധിക്കുന്ന ജീവിതശൈലിയായിരുന്നു പലപ്പോഴും നമ്മളെ സ്വാധീനിച്ചിരുന്ന ആൾക്കാരുടെ. ചിലപ്പോൾ ചില കുറവുകൾ ഉണ്ടായിക്കൂടാ എന്നില്ല. ഒരു വെൽ ലീവ്ഡ് ലൈഫിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? മീനിങ് റിലേഷൻഷിപ്പ്, സത്യമായ ബന്ധങ്ങൾ നമ്മെ മാത്രം സന്തോഷിപ്പിക്കുന്നതല്ല, അത് ചുറ്റുമുള്ളവർക്കും സന്തോഷം പകരും. വിശ്വാസവും സ്നേഹവും മറ്റുള്ളവരുടെ ജീവിതത്തിലും ആത്മവിശ്വാസം വളർത്തുന്നു. ആ ബന്ധങ്ങൾ കെട്ടിപ്പടുക്കുന്നത് എപ്പോഴും
കമ്പാഷൻ, കരുണയും ദയയോടും കൂടിയായിരിക്കണം. അങ്ങനെയുള്ള ബന്ധങ്ങളിൽ നമ്മളോടൊപ്പം ജീവിക്കുന്നവരുടെ മനസ്സിൽ പ്രത്യാശ വളർത്തുന്നു, ആത്മവിശ്വാസം വളർത്തുന്നു. നമ്മുടെ ഒരു ചെറിയ സഹായം പോലും മറ്റൊരാളുടെ ജീവിതത്തിൽ വലിയ പ്രകാശം തീർക്കും. പർപ്പസ് ആൻഡ് കോൺട്രിബ്യൂഷൻ. ഒരു ലക്ഷ്യമുണ്ടാവണം. ഒരു ലക്ഷ്യത്തോടെ രാവിലെ ഉണർന്നാൽ മാത്രമേ നമ്മുടെ ജീവിതത്തിന് ഒരർത്ഥം ഉണ്ടാവുകയുള്ളൂ. അത് ചുറ്റുപാടുകളിലുള്ള ആൾക്കാർക്ക് പ്രചോദനം ഉണ്ടാവുന്നതായിരിക്കണം. അതുപോലെ സമൂഹത്തിന് നൽകാൻ എന്തെങ്കിലും സംഭാവനകൾ നമ്മളിൽ നിന്ന് ഉണ്ടാവണം. അത് വരും തലമുറകളിലും നമ്മളുടെ അടയാളങ്ങൾ പതിപ്പിക്കും. ഈ പ്രവൃത്തികളെല്ലാതും ചെയ്യുന്നത് ഗ്രാറ്റിറ്റ്യൂഡോടെ ആയിരിക്കണം. നമ്മൾ മൈൻഡ് പ്ലസിലുള്ള ആൾക്കാർക്ക് ഗ്രാറ്റിറ്റ്യൂഡിനെ കുറിച്ച് ഇനി വീണ്ടും പറഞ്ഞു തരേണ്ട കാര്യമില്ല. എപ്പോഴും അജിത് കുമാർ സാർ പറയാറുണ്ട്, ഗ്രാറ്റിറ്റ്യൂഡ് ജേർണൽ രാവിലെയും വൈകുന്നേരം എഴുതുമ്പോൾ ഒരാഴ്ച എഴുതി കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവുന്ന മാറ്റങ്ങളെക്കുറിച്ച് ആ നന്ദി പറയുന്ന മനോഭാവം ബന്ധങ്ങളിൽ പുതുവൈഭവങ്ങൾ ഉണ്ടാക്കും. അടുത്തത് സ്പിരിച്വൽ അവയർനെസ്, ആത്മീയ ബോധം. ആത്മീയ ബോധമുള്ളവരുടെ സാന്നിധ്യം തന്നെ മറ്റുള്ളവർക്ക് സമാധാനം പകരും. അവരുടെ ജീവിതം മറ്റുള്ളവരെ ആത്മീയ മൂല്യങ്ങളിലേക്ക് വഴികാട്ടും. നമുക്കൊരു ആത്മവിചാരം ചെയ്യാൻ സാധിക്കും ആത്മീയ ബോധമുണ്ടെങ്കിൽ. അത് മറ്റുള്ളവർക്കും നമ്മുടെ മനസ്സിലേക്ക് നമ്മെ നോക്കാനുള്ള ഒരു കരുത്ത് സാധിക്കും. അങ്ങനെയാവുമ്പോൾ നമ്മുടെ മനസ്സിലെ ശാന്തതയും ഒരു ബോധപൂർണവുമായ സമീപനം ഏത് പ്രവൃത്തികൾ ചെയ്യുമ്പോഴും ഉണ്ടാവും. അത് സമൂഹത്തിനൊരു മാതൃകയാവും. ഇത് സമൂഹത്തിൽ നമ്മളുടെ ഓരോ പ്രവൃത്തികളിലും ഇത് റിഫ്ലക്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. നമ്മൾ ഇങ്ങനെയുള്ള ഒരു ജീവിത ശൈലികളിലൂടെ ഓരോ ദിവസവും യാത്ര ചെയ്യുകയാണെങ്കിൽ അത് ഓരോ ദിവസവും ആ എവരിഡേ ഗ്രേസ് ഉണ്ടായിരിക്കണം. ഇറ്റ് ഈസ് നോട്ട് ഹൗ മച്ച് വി ഡു ബട്ട് ഹൗ മച്ച് ലവ് വി പുട്ട് ഇൻ ദ ഡൂയിങ്. മദർ തെരേസയുടെ എപ്പോഴും ഓർമ്മിപ്പിക്കേണ്ടുന്ന ഒരു വാചകമാണ്. അപ്പോൾ ഇത് ഒരു വീട്ടമ്മ അടുക്കളയിൽ പാകം ചെയ്യുമ്പോൾ എത്ര ആൾക്ക് ഭക്ഷണം വെക്കണം, എന്നും ഈ ഭക്ഷണം വെച്ച് മടുത്തു എന്ന് പറഞ്ഞ് പാകം ചെയ്യുന്നതിന് പകരം ഞാൻ ഇന്ന് പാകം ചെയ്യുന്ന ഈ ഭക്ഷണത്തിൻ്റെ രുചി മറ്റുള്ളവരുടെ ആ നാവിൻ തുമ്പിൽ എന്നും നിലനിൽക്കണമെന്ന് ചെയ്ത് ഭക്ഷണം ചെയ്യുന്നതും അത് രണ്ടിനും ഒരേ എഫേർട്ടാണ്. പക്ഷെ നമ്മുടെ മനസ്സിൽ കിട്ടുന്ന ഒരു സന്തോഷം വളരെ വ്യത്യാസമാണത്. അതുപോലെ തന്നെയാണ് ഈ അധ്യാപകരാണെങ്കിലും രക്ഷിതാക്കളാണെങ്കിലും കുട്ടികളെ പഠിപ്പിക്കുമ്പോൾ മാർക്ക് നേടിക്കൊടുക്കുക എന്ന ലക്ഷ്യത്തിൽ മാത്രമായി. ഇനി ഒരു നവംബർ തൊട്ടിട്ട് തുടങ്ങും കുട്ടികൾക്കൊരു റിവിഷൻ. ഞാൻ പറയും സ്ക്യൂസ് ചെയ്യാൻ പോവാണ് എല്ലാവരും. ഒരു കോമ്പറ്റീഷനാണ് ഓരോ ടീച്ചർമാർ തമ്മിൽ. എൻ്റെ സബ്ജക്റ്റിന് സെൻറ്റം കിട്ടണമെന്ന്. പിന്നെ വർക്ക്ഷീറ്റ് കൊടുക്കുക, ഈ റിവിഷൻ കൊടുക്കുക, ഈ കുട്ടികൾ താല്പര്യമുള്ള വിഷയമാണോ താല്പര്യമില്ലാത്തതാണോ, തലേ ദിവസം എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നോ, എന്താണ് ആ കുട്ടി പഠിച്ചു വരാത്തത്, ഇതിനെക്കുറിച്ച് ഒന്നും ചിന്തിക്കാതെ ആ പഠിച്ചു വരാത്ത കുട്ടിയെ പുറത്ത് നിർത്തുക, പേരൻസിനെ വിളിക്കുക, പിന്നെ ഒരു കോടതിയിലുള്ള വിചാരണയായി. അതിന് പകരമായിട്ട് ഈ മാർക്കുകൾ മാത്രമല്ല ഒരു പ്രധാന കാര്യം. ജീവിതത്തിൽ വീണ്ടും കുറേ കാര്യങ്ങൾ അധ്യാപനത്തിലൂടെ അല്ലെങ്കിൽ വിദ്യാഭ്യാസത്തിലൂടെ പഠിക്കേണ്ടതുണ്ടെന്നും മാർക്കും ഒരു പ്രധാന കാര്യമാണ് എന്നും പറഞ്ഞു കൊടുത്തുകൊണ്ട് ഒരു അധ്യാപികയെ അല്ലെങ്കിൽ അധ്യാപകനെ സ്നേഹിക്കാൻ പഠിച്ചാൽ ആ കുട്ടി ആ വിഷയത്തെ സ്നേഹിക്കും. ഇവിടെ ഈ റിവിഷൻ എന്ന് പറയുന്നത് ഒരേ എഫേർട്ടാണ്. പക്ഷെ അത് രണ്ട് രീതിയിലാണ് കുട്ടികൾക്ക് ഉണ്ടാവുന്ന സന്തോഷവും നമുക്കുണ്ടാവുന്ന സന്തോഷം. അപ്പോൾ എപ്പോഴും അത് നമ്മൾ എത്രമാത്രം ചെയ്തു എന്നുള്ളതിനെ കണക്കാക്കരുത്. എത്ര സ്നേഹത്തോടെ എത്ര സ്നേഹം പ്രതിഫലിപ്പിച്ച് ചെയ്യാൻ സാധിച്ചു എന്നുള്ളതാണ് നമ്മുടെ പ്രവൃത്തികളുടെ മൂല്യത്തെ കണക്കാക്കുന്നത്. അതുപോലെ തന്നെ ഒരു ജീവിതം എത്ര കാലം നിങ്ങൾ ജീവിച്ചു എന്നുള്ളതല്ല, നമ്മൾ പങ്കുവയ്ക്കുന്ന സ്നേഹത്തിലും സ്പർശിക്കുന്ന ഹൃദയങ്ങളിലുമാണ് അതിൻ്റെ മൂല്യം. നമ്മളിൽ നിന്ന് പുറപ്പെടുന്ന ദയയുടെ പ്രകാശം. ഇവിടെ കൈൻഡ്നെസ് എന്നുള്ള ഒരു വാക്കിൽ നിന്നും ഒരു ഇമോഷനിൽ നിന്നും എത്ര അനുബന്ധമായ മാനസിക വികാരങ്ങളാണ് ഉടലെടുത്തുള്ളത്. ഫീലിംഗ്, എയ്ഡ്, ടോളറൻസ്, ജെന്റിൽനെസ്, ഫ്രണ്ട്ലി ലൈഫ് സ്റ്റൈൽ, ഹെൽപ്പ്, സപ്പോർട്ട്, ടെൻഡർനെസ്, കേർട്ടസി, അഫെക്ഷൻ, ഇനിയും ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പം നമ്മിൽ നിന്ന് പുറപ്പെടുന്ന ഒരു ദയയുടെ പ്രകാശം നമുക്ക് ശേഷം പോലും നിലനിൽക്കുന്നു. കരുണ മനസ്സിലുണ്ടെങ്കിൽ അതിൽ നിന്ന് സഹിഷ്ണുത, സൗമ്യത, സൗഹൃദം, സഹായം, സ്നേഹം തുടങ്ങി അനേകം വികാരങ്ങൾ ജനിക്കും.
ഇങ്ങനെ നമ്മുടെ ഒരു കരുണയും സ്നേഹവും ചുറ്റുപാടുമുള്ളവരെ നല്ല രീതിയിൽ സ്വാധീനിക്കും. അതുതന്നെയാണ് നമുക്കു ശേഷമുള്ള നമ്മുടെ ജീവിതത്തിൻ്റെ പ്രതിധ്വനികൾ. ഇങ്ങനെയൊക്കെ ജീവിക്കുമ്പോഴും ബി ലൈക്ക് എ ട്രീ ആൻഡ് ലെറ്റ് ദ ഡെഡ് ലീവ്സ് ഡ്രോപ്പ്, റൂമിയുടെ പ്രസിദ്ധമായ ഒരു വചനമാണ്. ഈ വചനത്തിലൂടെ റൂമി നമുക്ക് പറഞ്ഞു തരുന്നത്, നമ്മെ ഓർമ്മിപ്പിക്കുന്നത്, സ്റ്റാൻഡ് ടോൾ യെറ്റ് ബി ഹംബിൾ. ഉയരത്തിൽ നിലകൊണ്ടാലും തല താഴ്ത്തി വിനയത്തോടെ ജീവിക്കണം. എത്രമാത്രം പൂക്കുലകളും കായ്കളും പഴങ്ങളും ഉണ്ടായാലും ഒരു വലിയ വൃക്ഷത്തിന്റെ ശാഖകൾ താഴേക്ക് വളയുന്നത് പോലെ വിനയപൂർവമായിരിക്കണം നമ്മുടെ വളർച്ച. ആ മഹത്വം വിനയത്തിലൂടെയാണ് പ്രതിഫലിക്കുന്നത്. ഗീവ് ഷെയ്ഡ് വിത്തൗട്ട് ആസ്കിങ്. മരങ്ങൾ ഒരു യാത്രക്കാരേക്കും നിങ്ങൾക്ക് എൻ്റെ തണൽ വേണോ എന്ന് ചോദിക്കാറില്ല. അതുപോലെ പക്ഷികൾക്കും താഴെ വന്നിരിക്കുന്നവർക്കും കൂടുകൂട്ടുന്നവർക്കും എല്ലാവർക്കും ആശ്വാസം കൊടുക്കും. അതുപോലെ തന്നെ മറ്റൊന്നും മറ്റുള്ളവരിൽ നിന്ന് പ്രതീക്ഷിക്കാതെ ആശ്വാസം നൽകുന്ന വാക്കുകളും പ്രവൃത്തികളും ചെയ്യുമ്പോൾ അതുതന്നെയായിരിക്കും അവർക്ക് സമാധാനം നൽകുക. ഡീപ്പ് റൂട്ട്സ് സ്ട്രോങ് ലൈഫ്. ജീവിതചര്യകൾ, വിശ്വാസം, സംസ്കാരം, ആത്മീയ മൂല്യങ്ങൾ ഇവ ജീവിതത്തിൻ്റെ വേരാക്കണം. ആ വേര് ശക്തമാണെങ്കിൽ ഏത് കൊടുങ്കാറ്റിലും പിടിച്ചു നിൽക്കാൻ നമുക്ക് സാധിക്കും. കീപ് ഗ്രോയിങ് സൈലൻ്റ്ലി. മരങ്ങളെ നോക്കാറില്ലേ? ഒരു 5 കൊല്ലം മുമ്പ് യാത്ര ചെയ്ത ഒരു സ്ഥലത്തെ മരം കുറേ കാലം കഴിഞ്ഞപ്പോൾ വളർന്നു നിൽക്കുമ്പോൾ ഓരോ ദിവസത്തെയും അതിൻ്റെ വളർച്ച അതിങ്ങനെ കൊട്ടിഘോഷിക്കുന്നില്ല, സൈലൻ്റായിട്ട് ശബ്ദമില്ലാതെ വളരുന്നു. നമ്മളാണെങ്കിൽ ഒരു ചെറിയ വളർച്ച എല്ലാവർക്കും കൊട്ടിഘോഷിച്ച് ഒന്ന് പുറമെ പ്രദർശിപ്പിച്ച്, അങ്ങനെയുള്ള വളർച്ചയെക്കാളും ഉള്ളിൽ നിന്ന് ശക്തി സമ്പാദിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വളർച്ച. കീപ് ഗ്രോയിങ്. നമ്മളുടെയൊക്കെ മനസ്സിൽ ഒരു 40 വയസ്സൊക്കെ കഴിഞ്ഞാൽ ചിന്തിച്ചു തുടങ്ങും, ഓ ഇത്ര വയസ്സായി ഇനിയാണോ ഓരോന്ന് പഠിക്കുന്നത്. 50 വയസ്സാകുമ്പോൾ പിന്നെ പറയേ വേണ്ട. 60 വയസ്സാകുമ്പോഴേക്കും ഞാൻ വയസ്സായി എന്നുള്ള ചിന്ത, ഇനി എനിക്ക് ഒന്നും പഠിക്കാനില്ല. നമ്മൾ പഠിച്ചാൽ തന്നെ ഈ പ്രായത്തിലാണോ പഠിക്കണമെന്ന് ചിന്തിക്കും. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഒരു മരം ഒരു പ്രത്യേക വളർച്ച എത്തിയിട്ടുണ്ടെങ്കിൽ കുറേ മരങ്ങൾ ചിന്തിക്കുകയാണ്, ഓ ഞങ്ങളുടെയൊക്കെ ഒരുപാട് ഇലകളുണ്ട്, ഈ ഇലകളൊക്കെ താഴ്ന്ന് വിടർത്തി കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് ഈ വളർച്ച മതിയാക്കി, ഞാനൊന്ന് ശാന്തമായി വിശ്രമിക്കട്ടെ, എൻ്റെ വേരുകൾക്കൊക്കെ വിശ്രമം വേണം. എത്രമാത്രം അത് പരിസ്ഥിതിയെ ഹനിക്കും. അതുപോലെയാണ് വളരാത്ത മനുഷ്യർ. ആ ഒരിക്കലും വളർച്ച പുറത്തേക്ക് കാണിക്കാത്ത, അല്ലെങ്കിൽ വളരാൻ ഒരു താല്പര്യവും കാണിക്കാത്ത ആൾക്കാർ, അവരെ സമൂഹത്തിനും ഈ എക്കോസിസ്റ്റത്തിനെ ബാധിക്കുന്നത് പോലെയാണ്. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഉണ്ടാവുന്നതാണ് ആത്മീയ വളർച്ച ഉണ്ടായിക്കൊണ്ടേയിരിക്കണം. ഇപ്പം ജീവിതത്തിലെ നമ്മളുടെ ശരീരത്തിലെ എല്ലാ ഭാഗങ്ങളും വളർന്നുകൊണ്ടിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഉയരം മാത്രം വളരില്ല, നമ്മുടെ നഖങ്ങൾ, മുടി, അതൊക്കെ വളരുന്ന പോലെ തന്നെ ഓരോ ദിവസവും കുറച്ച് വിവരവും ആത്മീയതയും കൂടി വളർത്താൻ നമുക്ക് ശ്രമിക്കണം. ലെറ്റ് ഗോ ഓഫ് ഓൾ ലീവ്സ്. അതുപോലെ പഴയ വേദനകളും വിരോധങ്ങളും സങ്കടങ്ങളും പഴയ ഓർമ്മകളും അതെല്ലാതും വിട്ടുകൊടുക്കണം. ഒരു പഴുത്ത ഇലകൾ എങ്ങനെയാണ് ഒരു മരത്തിൽ നിന്ന് പോകുന്നത് പോലെ ഈ മരങ്ങൾ വാടിയ ഇലകൾ കൊഴിഞ്ഞു വരുമ്പോൾ ആ കൊഴിഞ്ഞ ഇലകൾ എവിടെയെന്ന് പിന്നെ അന്വേഷിക്കാറില്ല. അതുപോലെ തന്നെയാണ് നമ്മുടെ വിട്ടുകൊടുത്ത ഭാരങ്ങൾ. ബിയർ ഫ്രൂട്ട്സ് ഫോർ അതേഴ്സ്. നമ്മുടെ ഒരു മരവും അതിൻ്റെ ഫലം കഴിക്കാറില്ല, പക്ഷെ നമ്മുടെ ഫലം നമ്മൾ കഴിക്കണം. ആ കഴിക്കുന്നതിനോട് കൂടി നമ്മുടെ പ്രവൃത്തികൾ സമൂഹത്തിൻ്റെ ജീവിതത്തെ മധുരമാക്കുന്ന ഫലങ്ങളാകട്ടെ. വെൻ യു ആർ ഗോൺ യു വിൽ ബി റിമെമ്പേർഡ് ഫോർ ഹൗ യു മെയ്ഡ് പീപ്പിൾ ഫീൽ. മായ ആഞ്ജലോ ഒരു പ്രസിദ്ധയായ അമേരിക്കൻ എഴുത്തുകാരിയാണ്. അവർ പറയുന്നത്, നിങ്ങളില്ലാതായാലും നിങ്ങളുടെ സ്വാധീനം എത്രമാത്രം പ്രിയപ്പെട്ടതായിരുന്നു മറ്റുള്ളവർ എന്നതാണ് നിങ്ങളെ ഓർമ്മിപ്പിക്കപ്പെടുന്നത്. അങ്ങനെ നമ്മൾ ഇല്ലാതായാൽ, അല്ലെങ്കിൽ നമ്മളുടെ വളരെ പ്രിയപ്പെട്ടവർ ഇല്ലാതായപ്പോഴും ആ വിടവാങ്ങലിന് ശേഷം ഉണ്ടാകുന്ന ഒരു നിശബ്ദത, ആ നിശബ്ദത വേദന നിറഞ്ഞതാണെങ്കിൽ പോലും അതൊരു സെൽഫ് റിഫ്ലക്ഷനുള്ള ഒരു സ്പേസാണ്. നമ്മുടെ കേരളത്തിലുള്ള ഒരു കൾച്ചർ പ്രകാരം ഇപ്പോൾ ഒരു മരണം കഴിഞ്ഞാൽ
കണ്ണോക്ക് എന്ന് പറഞ്ഞിട്ട് ഒരു 10-15 ദിവസം മക്കളൊക്കെ ഒരു വീട്ടിലിരിക്കും. ആ ഇരിക്കുന്നതിൻ്റെ അർത്ഥം നമ്മളിലുണ്ടാവുന്ന ഒരു അതിഭയങ്കരമായ വേർപാടിൻ്റെ വേദന കുറയ്ക്കാൻ അവരുടെ പ്രസൻസ് സഹായിക്കുന്നത് എങ്ങനെയാണ്? ഈ വരുന്നവരെല്ലാവരും നമ്മളുടെ ആ മരിച്ചുപോയവരെ കുറിച്ച്, ആ വേർപാടിൻ്റെ എങ്ങനെയായിരുന്നു അവരുടെ ജീവിതം, എത്രമാത്രം പ്രിയപ്പെട്ടവരായിരുന്നു അവർ, അത് അങ്ങനെ പറയുന്ന സമയത്ത് അത് നമുക്കുള്ളൊരു ആത്മവിശകലനത്തിന് സഹായമാവും. പലപ്പോഴും നമ്മളെല്ലാവരും അറിയപ്പെടുന്നത് ഇന്ന ആളുടെ മകള് അല്ലെങ്കിൽ ഇന്ന ആളുടെ മകൻ എന്ന പേരിലല്ലേ. എന്താണ് അതിന് കാരണം? അവരുടെ നമ്മളോടൊപ്പം പങ്കുവച്ച നിമിഷങ്ങളെ, അവർ സൊസൈറ്റിക്ക് കൊടുത്ത കോൺട്രിബ്യൂഷൻസിനെ ആ സമയത്ത് നമ്മളതെല്ലാം നന്ദിയോടെ ഓർത്തെടുക്കാം. പലപ്പോഴും നമ്മൾ വിരഹങ്ങളെക്കുറിച്ച്, വേർപാടുകളെക്കുറിച്ച് പറയുമ്പോൾ ജോസ് പറയുന്ന ഒരു കാര്യമുണ്ട്. ആ മരിച്ചു പോയവരെ കുറിച്ചല്ല ചിന്തിക്കേണ്ടത്, അവർ എത്രമാത്രം നമ്മളിൽ സ്നേഹം തന്നു, എത്രമാത്രം മാറ്റങ്ങൾ നമ്മുടെ മനസ്സിലുണ്ടാക്കി എന്നുള്ളത് എപ്പോഴും ഓർമ്മിച്ചുകൊണ്ട് ആ നന്ദിയുടെ പ്രകാശത്താൽ നമ്മൾക്ക് ജീവിക്കാൻ സാധിക്കണം. അപ്പം നമ്മുടെയൊക്കെ സ്നേഹം വിട പറഞ്ഞാലും അതൊരിക്കലും മായുകയില്ല. ആ നിശബ്ദത നമ്മെ മുന്നോട്ട് പോകാനുള്ള ശക്തിയും പാഠവും തരുന്നു. ആ പങ്കുവച്ച നിമിഷങ്ങൾക്കുള്ള നന്ദി, അത് നമ്മളുടെ ആ വേദനയെ മൃദുലമാക്കിക്കൊണ്ട് ജീവിതത്തിലേക്ക് മുന്നോട്ട് പോകാനുള്ള ഒരു ധൈര്യം തരണം. അതാണ് ഈ വിടവാങ്ങലിന് ശേഷമുള്ള ശാന്തത നമ്മെ പഠിപ്പിക്കുന്ന സത്യം. ഇതിൽ എങ്ങനെ വിടവാങ്ങലിന് സങ്കടപ്പെടേണ്ട കാര്യമില്ല എന്നുള്ളത് രമണ മഹർഷിയുടെ വാക്കുകളിലൂടെ മനസ്സിലാക്കാം. നമ്മൾ ഉണ്ണീകൃഷ്ണൻ സാർ എല്ലാ ജേണി വിത്തിനിലൂടെയും പറയുന്ന കാര്യങ്ങളാണ്. സെൽഫ് നെവർ ഡൈസ്. ആത്മാവ് ഒരിക്കലും മരിക്കുന്നില്ല. ഓൺലി ദ ബോഡി ചേഞ്ചസ്. ദ എസെൻസ്, അവെയർനെസ്, ലവ്, ട്രൂത്ത്, ഇറ്റ് കണ്ടിന്യൂസ് എറ്റേണലി. ഈ നമ്മൾക്ക് കൊടുത്തിരുന്ന ബോധം, സ്നേഹം, സത്യം, ഇതൊക്കെ നിത്യമായിട്ട് തുടരുന്നവയാണ്. എക്കോസ് ഓഫ് ദ ലൈഫ് സേ നമ്മളോട്, ഒരു മനുഷ്യൻ്റെ പ്രവൃത്തികളും സ്നേഹവും ജ്ഞാനവും അവൻ ഭൗതികമായി ഇല്ലെങ്കിലും ജീവിതത്തിൽ പ്രതിധ്വനിച്ചു കൊണ്ടേയിരിക്കും. ഇന്നത്തെ ജീവിതത്തോട് നമ്മളോടെല്ലാം പറയുന്ന സന്ദേശം, ശരീരത്തിന് അതീതമായി ജീവിക്കുക, നിത്യപ്രതിധ്വനികൾ സൃഷ്ടിക്കുക. ഇപ്പോൾ ഒരു മരണമൊക്കെ വന്നാൽ പേടിക്കേണ്ടതില്ല എന്ന് മനസ്സിനെ ഉറപ്പിക്കുക, അത് മറ്റൊരു കവാടമാണെന്ന് ചിന്തിക്കുക. അപ്പം നമ്മുടെ യഥാർത്ഥ സ്വരൂപം ഒരു വെളിച്ചത്തിൻ്റെ പ്രതിധ്വനിയായി തുടരും. ഭാവികൾക്ക് വേണ്ടിയിട്ടുള്ള വിത്ത് നടുക. ഇന്നത്തെ ജീവിതത്തിൽ നടുന്ന ഈ സ്നേഹവും ജ്ഞാനവും ധൈര്യവുമാണ് നാളത്തെ തലമുറയ്ക്ക് ശക്തിയും ഓർമ്മയുമായി തുടരുന്നത് എന്ന് ചിന്തിച്ചുകൊണ്ട് നമുക്ക് മെഡിറ്റേഷനിലേക്ക് കിടക്കാം.